ഹലോ ഗൈസ്, അങ്ങനെ കുറെ കാലം കാത്തിരുന്ന് നമ്മുടെ ലോകേഷ് കനകരാജ് ചിത്രം കൂലി ഇന്ന് റിലീസായി. ഞാൻ രാവിലെ 8 മണിന്റെ ഷോയ്ക്കാണ് പോയത്. എന്റെ മക്കളെ ഒന്നും പറയാനില്ല, വേറെ ലെവല് സാധനം. ഒരു കംപ്ലീറ്റ് രജനീകാന്ത് ഷോ. വേറെ കുറെ ആൾക്കാരുണ്ട്, പക്ഷെ അത് പിന്നെ പറയാം. ഒരു ലോകേഷിന്റെ സിനിമയിൽ നിന്ന് നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിൽ കൂടുതലൊരു ട്രീറ്റ് പുള്ളി നമുക്ക് തന്നിട്ടുണ്ട്. LC ആയിട്ടൊന്നും ഒരു കണക്ഷനും ഇല്ല. പക്ഷെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആക്ഷൻ വൈസ് ആണെങ്കിലും ക്യാമറ വൈസ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും BGM ആണെങ്കിലും അനിരുദ്ധൊക്കെ ചുമ്മാ പൊളി, ഒന്നും പറയാനില്ല. നമ്മൾ ഈ മോണിക്ക സോങ് മാത്രമേ നമ്മൾ അങ്ങനെ ഈ ഒരു ഇത്രയും കാലം കൊണ്ട് നമ്മൾ നോട്ട് ചെയ്തില്ല. പക്ഷെ അതൊന്നും ഒന്നുമല്ല. ഓരോ സീൻ വൈസ് അതിനെ മിങ്കിൾ ചെയ്തുകൊണ്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറെ BGM മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഒരു ട്രീറ്റ് 3 മണിക്കൂർ ഗംഭീര പടം തന്നെ പറയാം. പിന്നെ പറയാനുള്ളത് രജനീകാന്ത്. എന്റെ മക്കളെ തമിഴ്നാട് കത്തും. കാരണം അവര് കാലങ്ങളായിട്ട് കബാലിയൊക്കെ വന്ന സമയത്ത് നമുക്കറിയാം കുറെ കാലം പുള്ളി ഇടവേളെടുത്ത് കബാലി ചെയ്തു, പിന്നെ നിരത്തി പേട്ട ഒരുപാട് സിനിമകൾ ചെയ്തു. പക്ഷെ ഈ ഒരു സിനിമ കംപ്ലീറ്റ് രജനിക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ്. 100% തമിഴ്നാട്ടുകാർക്ക് അല്ലെങ്കിൽ ലോകത്തുള്ള ഏത് രജനി ഫാൻസിനും ഇഷ്ടപ്പെടുന്ന അത്രയ്ക്കൊരു കിടിലം പടമാണ്. പിന്നെ ബാക്കി പറയാം. ഇതിൽ ഒരുപാട് താരങ്ങളുണ്ട്. അതിൽ നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് സൗബിൻ ശേഖറാണ്. ഒന്നും പറയാനില്ല. ഒരു ആസ് എ ബിഗിനർ ഇൻ തമിഴ് ഫിലിം ഇൻഡസ്ട്രി പുള്ളിന്റെ ക്യാരക്ടർ വേറെ ലെവലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുള്ളിനോട് വെറുപ്പും തോന്നും, ചില സമയത്ത് നമുക്കൊരു സഹതാപം തോന്നും. പക്ഷെ കിടിലനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. പിന്നെ പറയാനുള്ളത് നമ്മളുടെ സത്യരാജാണ്. സത്യരാജ് ആസ് യൂഷ്വൽ ചെയ്യുന്ന റോള് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വലിയ ഇമ്പാക്ട് ഒന്നും ഇല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതി ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രുതിഹാസൻ എന്തിനു വന്നെന്ന് അറിയത്തില്ല, ചുമ്മാ അടികൊണ്ട് മെഴുകുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയത്. ഒരു ഇത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് തന്നെ ആ റോൾ ചെയ്യണമെന്നില്ല. വേറെ ആരെങ്കിലും ബിഗിനർ ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ചെയ്താലും അത് സെറ്റാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതത്രേ പറയാനുള്ളൂ. പക്ഷെ പിന്നെ നമ്മൾ പറയാനുള്ളത് ആമിർ ഖാനാണ്. എന്റെ മക്കളെ ലാസ്റ്റ് ഒരു 20 മിനിറ്റ് പുള്ളി വന്നിട്ട് അങ്ങ് കത്തിച്ചു. പുള്ളിന്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്ക്രീൻ പ്രസൻസ് പുള്ളി അങ്ങനെ നിറഞ്ഞിക്കാണ്. കയ്യടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ ഫുൾ ആരവായിരുന്നു. പിന്നെ നമുക്ക് ആർക്കും അറിയാത്തൊരു ക്യാരക്ടർ ഉണ്ട്, ഉപേന്ദ്ര. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടോ അറിയത്തില്ല. പുള്ളിക്കാരൻ ആ കർണാടകത്തിലെ കന്നഡത്തിലെ മെയിൻ താരമാണെന്ന് പറയുന്നു. അങ്ങനെ പുള്ളിന്റെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സിനിമയൊന്നും അങ്ങനെ ആർക്കും അറിയത്തില്ല. പക്ഷെ അവിടെ അവർക്ക് വലിയ സംഭവമാണ്. എന്നാൽ പോലും ഇതിനകത്ത് പുള്ളിനെ പ്ലേസ് ചെയ്ത രീതിയാണെങ്കിലും ഇതിലൊരു കൂലി നമ്പർ, ഒരു കൂലിയുടെ ഒരു കണക്കുണ്ട്, 19-18 സംതിങ് ഉണ്ട്. അതിന് പുള്ളിന്റെ ഒരാൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന തൊട്ടിട്ട് ഒരു പ്രത്യേക BGM, ഒരു തെയ്തോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ വെച്ചിട്ട് കൊള്ളാം. പുള്ളിയും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ കാണാത്തൊരു നായികയുണ്ട് ഇതിനകത്ത്. ആ ഒരു സിനിമയിൽ ഒരു പുള്ളിക്കാരി വന്നിട്ട് ഒരു ബോംബിട്ടങ്ങ് പോയി. പുള്ളിക്കാരി എന്തോ കുറച്ച് കാര്യങ്ങൾ അങ്ങ് ചെയ്തിട്ട് അങ്ങനെ മൊത്തത്തിൽ നമ്മൾ കൺഫ്യൂഷൻ ആക്കി. ഇടക്ക് ഭയങ്കര കരഞ്ഞു മെഴുകി. പിന്നെ അങ്ങോട്ട് പുള്ളിക്കാരി ഒന്നും പറയാനില്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. ഞങ്ങൾ ഫസ്റ്റ് ഷോ ആണ് കണ്ടത്. ഫസ്റ്റ് ഷോ കണ്ടു. ഫുൾ നമുക്കറിയാം ക്രൗഡ് ആയിരിക്കും. ഒരു 1 വീക്ക് നോക്കണം. പക്ഷെ ഈ ഒരു പടം എനിക്ക് എത്ര കോടി ഉണ്ടാവും മോനെ. എന്റെ ഫ്രണ്ട് ഉണ്ട്, അവനിക്ക് ക്യാമറ നോക്കാൻ അവൻ കുറച്ച് ഇതാണ്. പക്ഷെ അവനിക്ക് എത്ര കോടി എത്തടാ? 1000 രജനി ഷോ ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു 1000 കോടിയൊക്കെ കയറേണ്ടതാണ്. നോക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി മേക്കിംഗ് ആണ്, അടിപൊളി ഡയറക്ഷൻ ആണ്, അടിപൊളി BGM, മ്യൂസിക്, വാട്ടെവർ ഡയലോഗ്സ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അനിരുദ്ധ് വല്ലാണ്ട് അങ്ങ് കേറി മെനഞ്ഞിട്ടുണ്ട്, അല്ലെ, മെഴുകിയിട്ടുണ്ട് സംഭവം. പിന്നെ കുറെ ആൾക്കാരുണ്ട് ഇതിനകത്ത്. നമ്മുടെ ബാബുരാജൊക്കെ ചെറിയ റോള് വന്നിട്ടുണ്ട്. അത്ര വലിയ സംഭവമൊന്നുമില്ല എന്നാൽ പോലും. പക്ഷെ മൊത്തത്തിൽ കൊള്ളാം. കഴിഞ്ഞ ദിവസം ലോകേഷ് പറഞ്ഞിട്ടുണ്ട്, ബ്ലഡ് ഇല്ലാത്ത അല്ലെങ്കിൽ ബ്ലഡ് ഷെഡ് ഇല്ലാത്ത ഒരു സിനിമ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. പുള്ളിനോട് ആര് പറഞ്ഞു ബ്ലഡ് ഇല്ലാത്ത സിനിമ ചെയ്യാൻ? അങ്ങനെ ഒരിക്കലും പുള്ളി ചെയ്യരുത്. പുള്ളി ചെയ്യണം. ഇങ്ങനത്തെ സിനിമ പുള്ളി ചെയ്താൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇപ്പോഴിറങ്ങുന്ന ഒരുപാട് സിനിമകൾ ഇങ്ങനെയുണ്ട്. പക്ഷെ പുള്ളി നമുക്ക് ലിയോ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ലിയോനെ എങ്ങനെ ട്രീറ്റ് ചെയ്തത് അതുപോലെ നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ വേറൊരു ലെവലാണ് ഇതിന്റെ എല്ലാം പണി വെച്ചിരിക്കുന്ന സാധനം. പിന്നെ ആസ് യൂഷ്വൽ നമ്മളൊരു 3 മണിക്കൂർ ഒരു ബോറടി ഇല്ലാണ്ട്, ലാഗിങ് ഇല്ലാണ്ട് എല്ലാം ഒരു ഫുൾ പാക്കഡ് ആയിട്ടുള്ള ഒരു എന്റർടൈനിങ് ആണ്. കോമഡി ഇല്ല, പക്ഷെ ബാക്കിയെല്ലാം സെറ്റാണ് മക്കളെ, സെറ്റാണ്. സോ എല്ലാരും ഈ പടം കാണുക. പറയേണ്ട ആവശ്യമില്ല, എന്നാലും കാണുക. വിക്രം പിന്നെ ഒരു വിക്രം അല്ലെ കൈദി മോഡൽ പ്രതീക്ഷിച്ച് പോകരുത്, അത്ര തോന്നത്തില്ല. പക്ഷെ എന്നാലും
ഒരു രജനി ഷോ കാണണം, ഒരു പുള്ളിക്കാരന്റെ ഒരു അഴിഞ്ഞാട്ടം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കാണണം. ഓട്ടിട്ട് വരാൻ കാത്ത് നിൽക്കരുത്, തിയേറ്ററിൽ പോയി കാണുക. വേറെ ലെവലാണ്, കണ്ട് ആസ്വദിക്കുക. ഓക്കെ, പിന്നെ ഇടയ്ക്ക് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.